നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത പെരിയ കൊലക്കേസിലെ വിധി തന്നെയാണ്. പെരിയ ഇരട്ട കൊലപാതകത്തിൽ 14 പേർ കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 10 പേരെ, നേരത്തെ പ്രതികളായിരുന്ന 10 പേരെ കോടതി ഇന്ന് വെറുതെ വിട്ടു. പ്രധാനപ്പെട്ട കാര്യം 6 CPM പ്രവർത്തകർ, അതായത് പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന, കാസർഗോഡത്തെ നേതാക്കളായിരുന്നവർ ഈ പ്രതികളുടെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്യുന്നത്. നാസർക്ക, ഇവിടെ CPMന്റെ പ്രധാനപ്പെട്ട ആളുകൾ പ്രതികളായി വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടത്. അപ്പം CPM എത്രത്തോളം പ്രതിരോധത്തിൽ, പ്രശ്നത്തിലാകുന്നു എന്നുള്ളത് പ്രധാന വിഷയം. മറ്റൊന്ന്, പൂർണ്ണമായൊരു നീതി ആണോ ലഭിച്ചിരിക്കുന്നത്? പൂർണ്ണമായ നീതിയാണോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ ഒരു രീതിയൊക്കെ വെച്ച് നോക്കിയാൽ ഇതങ്ങനെ ഒരു പൂർണ്ണമായ നീതിയല്ല എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ചെയ്യിച്ചവർ തന്നെ ശിക്ഷിക്കപ്പെടുന്ന ഒരു കേസാണ്. ഇപ്പോൾ KV കുഞ്ഞിരാമൻ, ഉദുമ MLA കൂടിയായിരുന്ന KV കുഞ്ഞിരാമൻ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്കെടുത്താൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് അതിനൊരു പ്രത്യേക പദവി തന്നെ ഉണ്ടെന്നറിയാം. ഇവിടങ്ങളിലൊക്കെ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇതിന് മുൻപ് ഇത് നടത്തിച്ചവർ ശിക്ഷിക്കപ്പെടുന്ന ഒരു കേസ് വരുന്നത് TP വധക്കേസ് മാത്രമാണ്. അതിനുശേഷം ഈ കേസിൻ്റെ കാര്യത്തിൽ ഇതിൽ ആദ്യത്തെ ശിക്ഷയിൽ തന്നെ, ഇതിൻ്റെ വിചാരണ സംഗതികളൊക്കെ നടന്ന ശിക്ഷയിലേക്ക് കിടക്കുമ്പോൾ തന്നെ, ശിക്ഷയിലേക്ക് കടന്നിട്ടില്ലെങ്കിലും കുറ്റവാളികളാണെന്ന് കണ്ടെത്തുന്നവർ തന്നെ ചെയ്യിച്ചവർ ഇതിൽ അവരുടെ ഉത്തരവാദിത്വം തെളിയുന്നു, അവർ ശിക്ഷിക്കപ്പെടുമെന്നൊരു ഘട്ടത്തിലേക്ക് വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇത് അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു നീതിയെ കിട്ടിയിട്ടില്ല എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് കേരളത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. സാധാരണഗതിയിൽ ഈ ആയുധങ്ങൾ മാത്രമാണ് ശിക്ഷിക്കപ്പെടാറുള്ളത്. ആയുധം പ്രയോഗിച്ചവൻ എപ്പോഴും രക്ഷപ്പെട്ടു പോകലായിരുന്നു പതിവ്. ഒന്നതുണ്ട്. 2, കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പം ഇത് അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമായിരിക്കുമെന്ന് വിശ്വസിക്കാനും കാരണങ്ങളുണ്ട്. കാരണം TP വധക്കേസിന് ശേഷം തന്നെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ CPM കൊലപാതകം നിർത്താൻ തീരുമാനിച്ച അവസ്ഥയാണല്ലോ. കൊലപാതകം നിർത്താൻ തീരുമാനിക്കുകയും കൊലപാതകം നടത്തേണ്ടി വരുന്ന ഏക കക്ഷികൾ RSS ആയിരുന്നു. അപ്പോൾ RSSുമായിട്ടുള്ള ഈ കൊലപാതക മത്സരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥന്മാരെ വെച്ച് ചർച്ച ചെയ്ത് എന്നിട്ട് അതിൻ്റെ ധാരണയിലെത്തുകയും ആ ധാരണ നടപ്പാക്കാൻ വേണ്ടി P. ജയരാജനെ പോലത്തെ ആൾക്കാരവരെ സൈഡാക്കുകയും ചെയ്തതിന് ശേഷം പല കൊലക്കേസുകളിലും അല്ലെങ്കിൽ കൊലപാതകത്തോടൊപ്പം എടുക്കുന്ന പല ആക്രമണ കേസുകളിലും ഇത് ചെയ്തവർ തന്നെ സ്വന്തം നിലക്ക് പൈസ ചിലവാക്കിയ കേസ് നടത്തേണ്ട ഒരു ഘട്ടമൊക്കെ വരികയും ചെയ്തപ്പം ഏതാണ്ട് ഇന്ന് കൊലപാതക രാഷ്ട്രീയം ഒന്ന് അവസാനിച്ചായിരുന്നു. കണ്ണൂർ ജില്ലയിലെങ്കിലും അത് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഈ സംഭവമാണെങ്കിൽ, ഈ ശരത്ലാൽ കൃപേഷ് വധക്കേസാണെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായും സംഘടനാപരമായും ഒക്കെ ഭയങ്കരമായ തിരിച്ചടി നേരിടേണ്ടി വന്നതുമാണ്. ഈ സംഭവത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കാസർഗോഡ് ജില്ലയിൽ അവർക്കുണ്ടായിരുന്ന വോട്ടിൻ്റെ നഷ്ടം, അതുമാത്രമല്ല ഈ ശരത്ലാൽ കൃപേഷ് എന്ന് പറഞ്ഞ ഈ 2 ചെറുപ്പക്കാർ അവർ ജീവിച്ചിരുന്ന ആ പ്രദേശം, അവരുടെ അവരുടെ സമുദായം എന്ന് പറഞ്ഞാൽ അത് CPMുമായിട്ട് അടുത്ത ബന്ധമുള്ളൊരു സമുദായമല്ല. അത് കോൺഗ്രസ്സുകാരുമായിട്ട് വന്ന വളരെ 2 ചെറുപ്പക്കാർ. ഈ 2 ചെറുപ്പക്കാരും ഗുണ്ടകളൊന്നുമല്ല, അങ്ങനെ ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ളവരൊന്നുമല്ല, രാഷ്ട്രീയ പ്രവർത്തകരാണ്, പക്കാ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഇത്തരം ആളുകളെ കൂടെ നിർത്തുകയാണോ വേണ്ടത്, അതോ കൊന്നു തീർക്കുകയാണോ വേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംഗതികളെ നേരിടേണ്ടി വന്നത് അത് കാരണം രാഷ്ട്രീയമായി തന്നെ CPM പൊതുജന മധ്യത്തിലും പ്രതിക്കൂട്ടിലായ ഒരു കേസാണത്. ഈ കേസിൽ രാഷ്ട്രീയ നേതാക്കൾ ഇത് നടത്തിയവർ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഉത്തര മലബാറിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ എന്നേക്കുമായിട്ട് അവസാനിച്ച് കിട്ടും എന്ന് കരുതുന്നു. ആ അർത്ഥത്തിലും ഇത് ആസൂത്രണം ചെയ്യിച്ചവരും ഇത് ചെയ്യിച്ചവരും ശിക്ഷിക്കപ്പെടുന്നു ആദ്യഘട്ടത്തിൽ തന്നെ എന്നുള്ള അർത്ഥത്തിലും ഇത് അത്ര ഒരു മോശം വിധിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യെസ്, അജംസിന് അങ്ങനെ തന്നെയാണോ അഭിപ്രായം? കാരണം ഇവിടെ പല ഘട്ടങ്ങളുണ്ടല്ലോ ഇതിൻ്റെ. ആദ്യം പോലീസ് അന്വേഷിക്കുന്നു, ക്രൈംബ്രാഞ്ചിൽ പോകുന്നു, പിന്നീട് CBI ആണ് ഈ പറഞ്ഞ ഗൂഢാലോചന എന്നതിലേക്കൊക്കെ പോകുന്നത്. അത് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ കോടികൾ മുടക്കിയതാണ്. പ്രതിപക്ഷം പറയുന്നത് കോടികളാണ് അതിന് മുടക്കിയത്, അതിൽ നിന്ന് കേസ് വഴിതിരിക്കാനും മറ്റുമൊക്കെ ആയിട്ട്. അപ്പം സർക്കാരിനെ സംബന്ധിച്ച് അതിൽ ഇന്നാണ്. അപ്പം എങ്ങനെയാണ് അതിൽ നിന്ന് വരിക എന്നുള്ളതുണ്ട്. പാർട്ടി നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയുണ്ട്. ഇപ്പോഴും കുടുംബം പലരും പ്രതികരിച്ചത് നീതി ലഭിച്ചിട്ടില്ല, ബാക്കി 10 പേര് കൂടെ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഈ 2012 TP വധത്തിന് ശേഷം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന് CPM വിട്ടു നിൽക്കാൻ അവർ തീരുമാനിച്ചുറപ്പിച്ചതാണ്. കണ്ണൂർ ജില്ലയിലെങ്കിലും മറ്റ് ജില്ലകളിലും ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ എണ്ണത്തിൽ വളരെ കുറഞ്ഞൊരു കാലഘട്ടമാണ് കഴിഞ്ഞൊരു 10 വർഷം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ CPM കാണിച്ചൊരു അബദ്ധം
CPM പാർട്ടി ഗൂഢാലോചന നടത്തിയിട്ടാണ് അത് ചെയ്തതെങ്കിൽ ഒരു അബദ്ധമായിട്ടാണ് ഈ ശരത് ലാലും കൃപേഷിനെയും വധത്തെ കാണുക. അതിൻ്റെ കാരണം ഇതിൻ്റെ മോഡസ് ഓപ്പറാണ്ടി നോക്കുക. ഇവരെ കൊല്ലാൻ തീരുമാനിക്കുന്നതിന് തൊട്ട് തലയാഴ്ച ഇതിലെ പ്രതികളിൽ ഒരാളുടെ കട ആരോ കത്തിച്ചിരുന്നു. അത് ഇവരൊന്നുമല്ല, ഈ കൊല്ലപ്പെട്ട യുവാക്കളൊന്നുമല്ല, ആരോ കത്തിച്ചിരുന്നു. ആ കത്തിച്ച കടയിൽ നിന്ന് ഒരു വടിവാളുമായി ഇതിൽ പ്രതികളിൽ ഒരാൾ വരികയും ഒരു പാട്ട് ഇങ്ങനെ പശ്ചാത്തലത്തിൽ മുഴങ്ങുകയും ആ വാൾ മറ്റൊരു പ്രതിക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് അന്ന് വൈറലായിരുന്നു. അവർ ആ വാട്സപ്പ് സ്റ്റാറ്റസ് പാട്ടൊക്കെ ഇട്ട് അവർ BGM ഒക്കെ ഇട്ടിട്ടാണ് അത് ചെയ്തത്. ഈ സംഭവം നടക്കുന്ന ഇവർ ഒരു വഴിയിലൂടെ ബൈക്ക് ഓടിച്ചു വരുന്നു രണ്ടുപേരും. ഒരു മഹീന്ദ്ര സൈലോ വാഹനത്തിൽ പ്രതികൾ കാത്തിരുന്നു. വാഹനം മാറ്റിയിട്ട് ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചു നിന്നിട്ടാണ് ഇവർ ആക്രമിക്കുന്നത്. ആക്ച്വലി ശരത് ലാലിന് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. പക്ഷെ ആദ്യം വെട്ടുകൊള്ളുന്ന കൃപേഷാണ്. ആ വെട്ട് അതിമാരകമായിരുന്നു, തലയ്ക്കാണ് വെട്ടേറ്റത്. ശരത് ലാലിനെ ഇവർ TPA വെട്ടിയതുപോലെ തന്നെ ശരീരത്തിലെമ്പാടും മുറിവുകൾ ഏൽപ്പിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിൽ തെളിവെടുപ്പ് ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനായിരുന്നു വാർത്ത വായിച്ചുകൊണ്ടിരുന്നത്. തെളിവെടുപ്പ് ലൈവായിട്ട് തന്നെ ടെലിവിഷനിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഒരു പ്രതിയാണ് ആദ്യം പിടിയിലായത്. ഈ പ്രതിയെ കൊണ്ട് തെളിവെടുപ്പിന് പോകുമ്പോൾ ഒരു പൊട്ടക്കിണറ്റിൽ നിന്നാണ്, അതായത് അതിൽ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന, പ്രതികൾ കൊടുത്ത മൊഴിപ്രകാരം ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ആയുധങ്ങൾ 3 ഇരുമ്പ് ദണ്ടുകൾ പിന്നെ ഒരു വടിവാൾ എന്നാണ് അവരാദ്യം കൊടുത്ത മൊഴി. അപ്പോൾ പോലീസ് ഈ പ്രതിയെ കൊണ്ട് പോകുന്നു, ക്യാമറകൾ പിന്നാലെ പോകുന്നു. പൊട്ടക്കിണറ്റിൽ തപ്പിയെടുക്കുമ്പോൾ കാണുന്നത് ഒരു തുരുമ്പ് പിടിച്ച വാളാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഈ തുരുമ്പ് പിടിച്ച വാൾ തൊണ്ടിയായിട്ട് പോലീസ് കോൺഫിസ്കേറ്റ് ചെയ്തു. പിന്നെ ആ തുരുമ്പ് പിടിച്ച വാള് കണ്ടെത്തുമ്പോഴാണ് ഈ അന്വേഷണത്തെക്കുറിച്ച് ആദ്യമായിട്ട് സംശയം ഉന്നയിക്കുന്ന കുടുംബാംഗങ്ങളും അതുപോലെ കോൺഗ്രസ് പ്രവർത്തകരും. കാരണം ഈ തുരുമ്പ് പിടിച്ച വാളുകൊണ്ട് ഈ കൃപേഷിൻ്റെ തലക്കേറ്റ വെട്ട് വളരെ ആഴത്തിലുള്ളതാണ്. അതുപോലെ ശരത് ലാലിൻ്റെ ശരീരത്തിലെ പല മുറിവുകളും വലിയ ആഴത്തിലുള്ള വലിയ മുറിവുകളാണ്. ഇതുകൊണ്ട് വെട്ടി ഒരിക്കലും അങ്ങനെ കൊല്ലാൻ കഴിയില്ല ഒരാളെ. എന്നിട്ട് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നു. ക്രൈംബ്രാഞ്ച് വീണ്ടും എന്ത് ചെയ്യുന്നു, 2 വാളുകൾ കൂടി കണ്ടെടുക്കുന്നു. പക്ഷേ ഈ വാളുകളും ഈ ഇരുമ്പുദണ്ടുകളൊന്നും അത് തന്നെ കേസ് അന്വേഷണം വഴിതെറ്റിക്കാനുള്ളൊരു മാർഗ്ഗമാണ്. കാരണം ഇതുകൊണ്ട് വെട്ടിയ ആളെങ്ങനെ കൊല്ലാനാണെന്ന് പറഞ്ഞാൽ കേസ് തള്ളിപ്പോകും. പിന്നീട് CBI വന്നിട്ടാണ് ഈ കേസിനെ തൊണ്ടിയും ഈ മുറിവുകളുമൊക്കെ യോജിപ്പിക്കുന്ന രീതിയിൽ അന്വേഷണം മുന്നോട്ട് വരുന്നത്. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ക്രൈംബ്രാഞ്ച് കൊടുത്ത കുറ്റപത്രപ്രകാരമുള്ള തൊണ്ടികൾ വെച്ചിട്ട് ഫോറൻസിക് സർജനിക്ക് ഈ വാളൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി. കാരണം ഈ മുറിവുകൾ പോസ്റ്റ്മോർട്ടം ചെയ്ത മുറിവുകളുണ്ട്. അപ്പോൾ ഏത് ആയുധം കൊണ്ടാണ് വെട്ടിയതെന്ന് ഇവർക്ക് ശാസ്ത്രീയമായി തെളിയിക്കണം. അതുപോലും നേരിട്ട് കാണാൻ പറ്റിയില്ല, നേരിട്ട് ഈ ഫോറൻസിക് സർജൻ പരിശോധിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം ലോക്കൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. CBI വന്നപ്പോൾ പ്രതികളുടെ എണ്ണം കൂടി, ഇതിൻ്റെ ഗൂഢാലോചന ആംഗിൾ കൂടി അതിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ ഒരു പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് KV കുഞ്ഞിരാമനെതിരായിട്ടുള്ള കുറ്റം. ഇതിൽ വേറൊരു നാടകീയമായ സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് കോൺഗ്രസ്സുകാരനായിരുന്ന സീനിയർ അഭിഭാഷകൻ CK ശ്രീധരൻ ചെറിയ ആളല്ല. 2011 ഈ ഉദുമയിൽ നിന്ന് മത്സരിച്ച് തോറ്റ ആളാണ്. അദ്ദേഹം മത്സരിച്ചപ്പോൾ 1 ലക്ഷത്തിലധികം വോട്ടിനാണ് തോറ്റത്. അദ്ദേഹം പിന്നീട് വളരെ പെട്ടെന്ന് ഈ കേസിൻ്റെ കുറ്റപത്രമൊക്കെ സമർപ്പിച്ചതിന് ശേഷം CPM-ൽ ചേരുന്നു. പിന്നീട് പ്രതിഭാഗം അഭിഭാഷകനാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതേക്കുറിച്ച് ഇന്ന് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമുണ്ട്. നികൃഷ്ട ജീവിയാണ് എന്നൊക്കെ ബൽറാമും രാജ്ഭവൻ ഉണ്ണിത്താനൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എൻ്റെ സത്യസന്ധതയൊന്നും ഞാൻ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഗൂഢാലോചന ആയെങ്കിൽ പൂർണ്ണമായും CBIക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. കാരണം ഈ ഗൂഢാലോചന വളരെ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിൽ മാത്രമുള്ള ഗൂഢാലോചനയാണോ, അതല്ല അതിന് മുകളിലേക്കുണ്ടോ? അന്ന് കോൺഗ്രസ്സുകാർ ആരോപിച്ചുകൊണ്ടിരുന്നത് ജില്ലാ കമ്മിറ്റിയുടെ അറിവോടുകൂടിയാണ് ഇത് നടന്നതെന്നാണ്. അപ്പോൾ ഇതിൽ കുഞ്ഞിരാമൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഢാലോചനയിലുള്ള ഇൻവോൾവ്മെൻ്റ് അല്ലേ കുറ്റപത്രത്തിൽ പ്രതിയെ മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിനാണ് അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കുക. അദ്ദേഹം പറയുന്നത് അദ്ദേഹം കേസ് അന്വേഷണത്തിൽ സഹായിച്ചതിനാണ് മൂപ്പരെ പ്രതിയാക്കിയതെന്നാണ്. അപ്പോൾ എന്തായാലും CBI അന്വേഷിച്ചിട്ടും ഈ ഗൂഢാലോചനാംഗിൾ കണ്ടെത്താൻ പറ്റിയെന്ന് കരുതാൻ ന്യായമില്ല. ഇപ്പോൾ ഇന്നത്തെ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള CBI കോടതി വിധിയിൽ അങ്ങനെ പറയില്ല. ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് നിയമ പോരാട്ടം തുടരുമെന്നാണ്. ഈ നിയമ പോരാട്ടം തുടരും എന്ന് കോൺഗ്രസ് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. ഇത് CBI അന്വേഷണത്തിനെതിരെ ഏതാണ്ട് 88 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി പോയതെന്നുകൂടി ആലോചിക്കുക. ഒരു കൊലപാതക കേസിൽ സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി പൊതുഖജനാവിലെ പണം ചെലവഴിച്ച് സുപ്രീം കോടതി വരെ പോകാൻ ഒരു സർക്കാർ തയ്യാറാവുമ്പോൾ TP വധത്തിൽ നിന്നൊന്നും ഈ സർക്കാരോ പാർട്ടിയോ ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.